ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ജാവ ട്യൂട്ടോറിയൽസിൻ്റെ സെഷൻ 6 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സിനെ കുറിച്ചൊക്കെ നോക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിക് അപ്രോച്ച് വഴി തന്നെ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് നമ്മൾ ഈ സെഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുക. 3 തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഒന്ന് ലോക്കൽ വേരിയബിൾസ്, 2 ഇൻസ്റ്റൻസ് വേരിയബിൾ, 3 സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പം ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒരു മെത്തേഡിന് ഉള്ളിൽ വരുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ആ മെത്തേഡ് അതിന് സ്കോപ്പില്ല. അതേപോലെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിന് ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, അതിലൊരു 2-3 മെത്തേഡ് ഉണ്ടെങ്കിൽ അതിലെല്ലാവർക്കും ഈക്വലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വേരിയബിൾ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്ന നമ്മൾ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. പക്ഷേ ആ വേരിയബിൾ വൺ ടൈം ഇനിഷ്യലൈസ്ഡ് ആണ്. അതായത് അതിന് വേണ്ടി ഒരൊറ്റ പ്രാവശ്യം മെമ്മറി അലോക്കേറ്റ് ആകത്തുള്ളൂ. പിന്നെ അത് എവിടേക്ക് യൂസ് ചെയ്യുന്നു അതെല്ലാം അക്രോസ് ദ ആപ്ലിക്കേഷൻ അത് സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും പോയിന്റ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ നിന്ന് അത് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലായിടത്തും അത് അഫക്റ്റ് ആവും. ഓക്കെ, സോ ഈ വേരിയബിൾസിൻ്റെ ഒരു പ്രോഗ്രാമിക് അപ്രോച്ചാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുമ്പം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെത്തേഡുള്ള നമ്മുടെ ക്ലാസ് റെഡിയാണ്. അതേപോലെ ഞാനിപ്പോൾ ഒരു കണ്ടീഷണൽ വാലിഡേറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പലതരത്തിലുള്ള വേരിയബിൾസാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പം ഞാനിവിടെ 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണം പ്രൈവറ്റ് സ്ട്രിങ് മെസ്സേജ്. സോ ഇതൊരു പ്രൈവറ്റാണ്. ഇതൊരു ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ദിസ് ഇസ് ഇൻസ്റ്റൻസ് വേരിയബിൾ. ഓക്കെ, പക്ഷെ ഇതും ഒരു ഇൻസ്റ്റൻസ് സ്റ്റാറ്റിക് വേരിയബിളാണ്. നമ്മുടെ സെക്കൻഡ് വൺ മെസ്സേജ് 2 എന്ന് പറയുന്നത് ഞാനിവിടെ സ്റ്റാറ്റിക് കീവേഡ് വെച്ചിട്ട് ഇതിനൊരു സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി പബ്ലിക്. സീനില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഞാൻ ഈ ഒരു ലൈനിനെ ഞാനിപ്പം കുറച്ച് ലൈൻസ് ഞാനിവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് അൺകമൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ നോക്കിയാൽ മെയിൻ മെത്തേഡിനകത്ത് ഞാൻ മെസ്സേജ് സാധാരണ മെസ്സേജ് 2 ആണ് ഞാൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മെസ്സേജ് ഒരു എറർ എനിക്ക് തരുന്നു. മെസ്സേജ് എറർ തരുന്നു. അതെന്താ എറർ നമ്മൾ നോക്കൂ. cannot make a static reference to non-static field message. Cannot make a static reference to non-static field message എന്ന് വെച്ചാൽ മെയിൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ഒരു ഒബ്ജക്റ്റോ ഒരു ഇൻസ്റ്റൻസോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു മെത്തേഡാണ്. അങ്ങനത്തെ ഒരു മെത്തേഡിൽ നിന്നും സ്റ്റാറ്റിക് അല്ലാത്തൊരു കീവേഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇത് കാണിക്കാം. ഞാനിതിനെ സ്റ്റാറ്റിക് ആക്കി ഒന്ന് സേവ് ചെയ്താൽ ആ എറർ പോകും. ഞാൻ വീണ്ടും അതിനങ്ങ് സ്റ്റാറ്റിക് റിമൂവ് ചെയ്താൽ ആ എറർ തിരിച്ചു വരും. അപ്പം വീണ്ടും എന്താണ് കനോട്ട് മേക്ക് എ സ്റ്റാറ്റിക് റെഫറൻസ് ടു നോൺ സ്റ്റാറ്റിക് ഫീൽഡ്സ്. രണ്ടാമത്തെ മെസ്സേജിന് ആ ഇഷ്യൂ ഇല്ലാത്ത കാരണം എന്താണ്, അത് സ്റ്റാറ്റിക് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാറ്റിക് ടു സ്റ്റാറ്റിക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഡിഫറൻസ്. അതായത് സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ മാത്രമേ സ്റ്റാറ്റിക് മെത്തേഡ്സിന് ആക്സസിബിൾ ആയിട്ടുള്ളൂ. ബിക്കോസ് ദേ ഡോണ്ട് നീഡ് എനി കൈൻഡ് ഓഫ് ഇനിഷ്യലൈസേഷൻ, എനി കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ക്രിയേഷൻ. ഡയറക്റ്റ്ലി ആക്സസിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെയും അതേ പ്രശ്നം തന്നെയാണ്. കാരണം സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഇത് സ്റ്റാറ്റിക് മെത്തേഡാണ് ആഡ് എന്ന് പറയുന്നത്. ഇവിടെ മെസ്സേജ് ആക്സസിബിൾ. പക്ഷെ ഇവിടെ നോക്കി സബ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് അല്ല. അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് മെസ്സേജും മെസ്സേജ് 2 നമുക്ക് ആക്സസിബിൾ ആവും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്നും ഫ്രം
non-static method, both static and non-static variables are accessed. ഓക്കെ, അപ്പം ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്ന് ബോത്ത് സ്റ്റാറ്റിക് ആസ് വെൽ ആസ് നോൺ സ്റ്റാറ്റിക്, ഇപ്പോൾ മെസ്സേജ് എന്ന് പറയുന്നൊരു നോൺ സ്റ്റാറ്റിക് ആണ്, മെസ്സേജ് 2 എന്ന് പറയുന്നൊരു സ്റ്റാറ്റിക് ആണ്. അപ്പം നമുക്ക് ഒരു സാധാരണ ഒരു മെത്തേഡിൽ നിന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതേസമയം നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡ്സിൽ നിന്നും നമുക്ക് എന്ത് പറ്റുള്ളൂ, സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രമേ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ. ഫ്രം എ സ്റ്റാറ്റിക് മെത്തേഡ് only static variables are accessed. ഓക്കെ, സോ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്, സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു, കമൻറ്റ് ചെയ്ത് വിട്ടു. ഓക്കെ, സോ അതുകൊണ്ട് ആ എറർ നമുക്ക് മാറി കിട്ടും. ഇനി അടുത്ത് ഞാൻ എൻ്റെ മെയിൻ മെത്തേഡിൽ നിന്ന് അടുത്ത് ചെയ്യുന്നത് എന്താണ്, മെസ്സേജ് 2നെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വിളിച്ചു. അപ്പം നിങ്ങൾ നോക്കിയാൽ ആഡ് എന്ന് പറയുന്ന മെത്തേഡും ഇതിൻ്റെ അകത്തുള്ള മെത്തേഡാണ്, സബ് എന്ന് പറയുന്നതും ഇതിൻ്റെ അകത്തുള്ള മെത്തേഡാണ്. പക്ഷേ നോക്കി, ആഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാൻ പറ്റി, സബ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാവേണ്ടത്, ആഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആയതുകൊണ്ട് അത് ഡയറക്റ്റ്ലി ആക്സസിബിൾ ആണ്, അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേഷൻ ആവശ്യമില്ല. പക്ഷേ സബ് എന്ന് പറയുന്നത് ഒരു സാധാരണ മെത്തേഡാണ്, അതുകൊണ്ട് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇനി ഈ ഒരു വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലോക്കൽ ടു എ മെത്തേഡ്. ഈ എ എന്ന് പറയുന്നതും ഈ എ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇനി ഫോർ വേണമെങ്കിൽ ഞാൻ പറയാം, ഇതിനെ ഞാൻ 20 ആക്കി, ഇതിന് ഞാൻ 10 ആക്കി, ഇതിന് ഞാനിപ്പം എഴുതുന്നത് a-b എന്ന് തന്നെയായിരിക്കും. ഓക്കെ, സോ ഈ എ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് മെമ്മറി അലൊക്കേഷൻ ആയിരിക്കും, ഈ ബി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് മെമ്മറി അലൊക്കേഷൻ തന്നെയായിരിക്കും. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, ഇത് സെയിം മെമ്മറിയിലേക്കല്ല അലോക്കേറ്റ് ആവുന്നത്. ഇഫ് ഇതിനെ ഞാൻ സ്റ്റാറ്റിക് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതൊരു സെയിം പോയിന്റിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്തായാലും ഔട്ട്സൈഡ് ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബിളി. ഇനി അടുത്ത് വരുന്ന ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു റിസൾട്ട് ഒരു വേരിയബിളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാനിതിനെ വാല്യൂസ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സബ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം അഡീഷൻ ചെയ്യുന്നു, ഒരെണ്ണം സബ്ട്രാക്ഷൻ ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷേ ഇത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഒരെണ്ണം സ്റ്റാറ്റിക് മെത്തേഡാണ്, മറ്റേ നോൺ സ്റ്റാറ്റിക് മെത്തേഡായിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ വഴി വർക്ക് ചെയ്തു. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, മെസ്സേജ് ഹലോ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ വിളിച്ചപ്പോൾ റിസൾട്ട് 30 ആണ്, സ്റ്റാറ്റിക് ഹലോ സ്റ്റാറ്റിക് മാത്രമേ പ്രിൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു, സബ് എന്ന് പറഞ്ഞ വെച്ച് വിളിച്ചപ്പോൾ റിസൾട്ട് 10 പ്രിൻ്റ് ചെയ്തു, നമ്മുടെ സാധാരണ മെസ്സേജും പ്രിൻ്റ് ചെയ്തു, സ്റ്റാറ്റിക് മെസ്സേജ് നമുക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇതോടെ നമ്മൾ ഇതിൽ നിന്ന് എന്താണ്, നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾസും അതുപോലെ നമ്മളെ ഒരു വേരിയബിൾസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുമാണ് നമ്മളിപ്പം ഇവിടെ കവർ ചെയ്തത്. ഓക്കെ, സോ ഹോപ്പ് വേരിയബിൾ സെക്ഷൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്, സ്വിച്ച് കേസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ്, ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്, സ്വിച്ച് കേസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെത്തേഡ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു മൾട്ടി ലൈൻ കമൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റിനെ മാറ്റും എനിക്കൊരു എറർ കാണിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, സിൻറ്റാക്സ് എറർ ഓൺ ടോക്കൺ ഇഫ്
ഐഡൻറ്റിഫയർ എക്സ്പെക്റ്റഡ്. എന്തുകൊണ്ടാണ് ഇവിടെ എറർ വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുക. ഐഡിയ കിട്ടാത്തവർക്ക് ഞാൻ പറയാം. ഇഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഇഫ് എന്ന പേരിൽ ഒരു മെത്തഡ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു പർപ്പസിനും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് എന്ന് പറയുന്ന ഒരു പ്രീഡിഫൈൻഡ് വേർഡാണ് ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ്. അതുകൊണ്ടാണ് ഇഫ് എന്ന് ഞാൻ ഈ എസ് എന്ന് ചുമ്മാ കൊടുത്താൽ ആ ഒരു പ്രശ്നം വരും. ഇഫ് എന്ന് പറഞ്ഞതിൻ്റെ പേര്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഈ ഇഫ് IFS എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക ഫോണ്ടിലാണ്. ഞാനത് ഇഫ് ആക്കിയാൽ നിങ്ങൾ നോക്കി അതൊരു ചെറിയൊരു കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കീവേഡ്സ് വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റ് ഞാനൊരു സ്റ്റാറ്റിക് മെത്തേഡ് EQ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാൻ എന്താണ് ഈക്വൽ ടു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് എന്ന് പറഞ്ഞൊരു കീവേഡ്, അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഈക്വൽ ടു കണ്ടീഷൻ. ഞാനിവിടെ സിംഗിൾ ഈക്വൽ ടു കൊടുത്താൽ എറർ അടിക്കും. കാരണം സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതൊരിക്കലും ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പറേറ്റേഴ്സ് പഠിച്ചതാണ്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ പഠിച്ചതാണ്. യൂണറി ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ടെർണറി ഓപ്പറേറ്റർ, അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിച്ചതാണ്. ആ ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ സെക്ഷൻസ് നമുക്ക് അടുത്തൊരു സെഷനിൽ ഹാൻഡിൽ ചെയ്യാം. ഇപ്പം നമുക്ക് ബാക്ക് ടു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. അപ്പം ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ഒരു കാരണവശാലും ഇഫിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഷുഡ് ബി എ കമ്പാരിസൺ. അതുകൊണ്ടാണ് ഡബിൾ ഈക്വൽ ടു കൊടുക്കുന്നത്. സോ സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു കമ്പാരിസനാണ്, അല്ലെങ്കിൽ ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വാല്യൂ എൻ്റെ കണ്ടീഷൻ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. അല്ലാത്ത കേസിൽ നോട്ട് ഈക്വൽ ടു പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. എൻ്റെ കണ്ടീഷൻ മാച്ച് ചെയ്താൽ ഇത് പ്രിൻറ്റ് ചെയ്യും, മാച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യും. സോ അതേപോലെയാണ് ഞാൻ ഗ്രേറ്റർ ദാൻ വെച്ചിട്ടുണ്ട്, ലെസ് ദാൻ വെച്ചിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു വെച്ചിട്ടുണ്ട്, ലെസ് ദാൻ ഒരു ഈക്വൽ ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റാറ്റിക് മെത്തേഡ്സ് ആണ്. ഇനി അടുത്ത് ഞാനൊരു നോൺ സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാലിഡേറ്റ് എന്നതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇഫ് എൽസ് ഇഫ് ലാഡറാണ് ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇഫ് വാല്യൂ ഈക്വൽ ടു കണ്ടീഷൻ ആണെങ്കിൽ ഈക്വൽ എന്ന് പ്രിൻറ്റ് ചെയ്യുക. ഇഫ് വാല്യൂ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ എന്ന് പ്രിൻറ്റ് ചെയ്യുക. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് എന്ന് പറയാം. ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നൺ ഓഫ് എബവ് എന്ന് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത് ഞാൻ പറയുന്ന കേസാണ് സ്വിച്ച്. ഓക്കെ. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കേസും ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് സ്വിച്ച്. അപ്പം നോക്കിയേ, സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ച് വാൽ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ സ്വിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ സ്വിച്ച് ഒന്നും ഉണ്ടാക്കിയാൽ അതൊരു എററാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് വാൽ എന്ന് പറഞ്ഞൊരു പേരുണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് സ്വിച്ച് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ വാല്യൂ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. എന്നിട്ട് കേസ് 1, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ 1ഉം 2ഉം 3 ആണ്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻവാലിഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യും, 2 ആണെങ്കിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യും, 3 ആണെന്നുണ്ടെങ്കിൽ 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി ഇതിലൊരു ചെറിയൊരു അഡീഷനും കൂടെ ഇടണം. ഓരോ കേസ് കഴിയുമ്പോഴും നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണം. ബ്രേക്കും കണ്ടിന്യൂവും ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ്. ഇൻഡെപ്തായിട്ട് അതൊരു എക്സ്പ്ലനേഷൻ തരും. പക്ഷേ ഇവിടെ എന്തിനാണ് ബ്രേക്ക് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു വാല്യൂ 1 ആണ് പാസ് ചെയ്തത് എങ്കിൽ കേസ് 1 മാച്ച് ചെയ്തു, ഇത് എക്സിക്യൂട്ട് ചെയ്തു. ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇത് കേസ് 2ഉം വാലിഡേറ്റ് ചെയ്യും, കേസ് 3ഉം വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ അത് എക്സിക്യൂഷൻ ടൈം ഇൻക്രീസ് ചെയ്യും. ചുമ്മാ അതൊരു എക്സിക്യൂഷൻ ചെയ്യട്ടല്ലോ. ഇവിടെ എനിക്കൊരു മാച്ച് ഫൈൻഡ് ചെയ്താൽ അതിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യാം, സ്വിച്ച് കേസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അപ്പം നമുക്കിവിടെ ഒരു ബ്രേക്ക് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് നേരെ ചാടി പുറമേ വരും. ഇതിൻ്റെ വെളിയിൽ വരും. അതാണ് ബ്രേക്കിൻ്റെ യൂസേജ്. ഇനി അതേസമയം ഞാനിവിടെ ഒരു കണ്ടിന്യൂ ആണ് കൊടുത്തതെങ്കിൽ ഇത് താഴോട്ടുള്ളെങ്കിൽ സ്കിപ്പ് ചെയ്യും. പിന്നെ വേറൊരു എക്സിക്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകും. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ബ്രേക്കിൻ്റെയും കണ്ടിന്യൂയുടെയും കാര്യം. അപ്പം ഇവിടെ ഞാൻ കണ്ടിന്യൂ കൊടുത്താൽ എന്ത് വരും? ഇത് വീണ്ടും ഈ ഒരു സാധനം നോക്കും, ഈ ഒരു സാധനം നോക്കും, ഡിഫോൾട്ട് നോക്കും, എന്നിട്ട് തിരിച്ച് വെളിയിറങ്ങി വരും. ഓക്കെ. അപ്പം ഈ ബ്രേക്കും കണ്ടിന്യൂ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ സ്വിച്ചിൻ്റെ അകത്ത് ഒരു സിൻടാക്സ് എന്ന രീതിയിൽ സ്വിച്ച് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കും. അതിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ പാസ് ചെയ്യും.
അതിൻ്റെ ഓരോ കേസസ് നമ്മൾ എക്സ്പെക്റ്റഡ് കൊടുക്കും. ഒന്ന് മീറ്റ് ചെയ്യാത്തതാണ് ഡിഫോൾട്ടിൻ്റെ അത്. അറ്റ് ദ എൻഡ് ഓഫ് ഓരോ കോഡും ഓരോ സെക്ഷനും നമ്മൾ എന്തോരും ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കും. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട, എക്സിറ്റ് ചെയ്ത് വെളിയിൽ പൊക്കണം. ഇനി അപ്പം വേറൊരു കാര്യം ചോദിക്കും, എന്തുകൊണ്ട് ഡിഫോൾട്ടിൻ്റെ താഴെ എഴുതില്ല? ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഫൈനൽ ആയിട്ട് അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനുശേഷം ഇനി പ്രത്യേകിച്ച് എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, നേരെ സ്വിച്ചിൻ്റെ പുറമേ പോകണം. അപ്പോൾ അവിടെ ബ്രേക്കിൻ്റെ ആവശ്യം ഇല്ല. സോ ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് ചുമ്മാ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ ഒന്ന് നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കണ്ടീഷൻസ് നോക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു കണ്ടീഷൻ വാലിഡേറ്ററിൻ്റെ EQ എന്ന് പറഞ്ഞ മെത്തേഡാണ് വേണ്ടത്. അപ്പം പക്ഷെ ഞാനിവിടെ ചുമ്മാ EQ കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചാൽ എനിക്ക് ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ആ ഒരു മെത്തേഡിലേക്ക് പോയിന്റ് ചെയ്യത്തില്ല. കാരണം EQ വെച്ചിട്ട് അത് ഫൈൻഡ് ചെയ്യുന്ന കണ്ടോ, ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, അത് വെച്ചിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ ഡിഫൈൻ അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് തരത്തുള്ളൂ. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ കണ്ടീഷൻ വാലിഡേറ്റർ അടിക്കുക. കണ്ടോ കണ്ടീഷൻ എന്ന് വെച്ചാൽ കൺട്രോൾ സ്പേസ് അടിക്കുമ്പോഴേക്കും കണ്ടോ അത് ഓട്ടോ അതിനെ മാച്ച് ചെയ്തിട്ട് വരുന്ന എല്ലാ കാര്യത്തെയും ഫെച്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടി ഹലോ വേൾഡ് എന്ന പാക്കേജിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു ഡോട്ട് അടിക്കുമ്പം കണ്ടോ EQ കാണിക്കുന്നുണ്ട്, GT കാണിക്കുന്നുണ്ട്, GT EQ കാണിക്കുന്നുണ്ട്, LT കാണിക്കുന്നുണ്ട്, LT EQ കാണിക്കുന്നുണ്ട്. പക്ഷേ വാലിഡേറ്റും കാണിക്കുന്നില്ല, സ്വിച്ച് വാല്യൂം കാണിക്കുന്നില്ല. എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, EQ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആണ്, GT എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, LT എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, ഈ GT EQ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, LT EQ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. പക്ഷേ വാലിഡേറ്റും സ്വിച്ച് വാല്യൂം സാധാരണ മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് ആക്സസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കണ്ടീഷൻ വാലിഡേറ്ററിൻ്റെ ഈന മെത്തേഡിന് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. സോ ഹിയർ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഞാൻ 0 പാസ് ചെയ്തു. ഇനി അടുത്ത് എനിക്കെല്ലാം പ്രിൻ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ക്രിയേറ്റർ കൊടുത്തു, 0 -1 ഞാൻ കൊടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് അടുത്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ അടുത്ത് എന്ത് കൊടുത്തു, ലെസ് ദാൻ കൊടുക്കണം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1 കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് ലെസ് ദാൻ ഒരു ഈക്വൽ ടു കൊടുക്കണം. അപ്പം ഞാൻ 0 കൊടുത്തു. ഇനി എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് പ്രത്യേകത എന്താണ്, പാരന്തസിസ് വേണം, ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് എൻ ഒബ്ജക്റ്റ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്, സ്റ്റാറ്റിക് ആണ്, അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇല്ല. ഈ ഒരു ക്ലാസ്സിലെ ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുക, അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഒത്തിരി ജസ്റ്റ് ഞാൻ രണ്ട് എക്സാമ്പിളാണ് എടുക്കുന്നത്. നമുക്ക് ഇതൊരു -1 ഇടാം. ഓക്കെ, ഇതിലൊന്നും മാച്ച് ചെയ്യാത്തൊരു കേസസ് ഒന്നും വരുന്നില്ല. നമ്മളതുകൊണ്ട് അത് ഒഴിവാക്കി. ഇപ്പോൾ സ്വിച്ചിൻ്റെ നമ്മൾ 3 കേസസാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ 1, 2, 3, 4. അപ്പോൾ നമുക്കിതിൽ 1, 2, 3 ഒരു ഇൻവാലിഡ് എന്ന് നമുക്ക് പ്രിൻ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം എന്ത് ഉപയോഗിക്കുന്നത്, ഈ 4 സെപ്പറേറ്റ് ഫെച്ചിങ് അല്ലെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. അപ്പം ഇനി ഇതിൻ്റെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങളിവിടെ റൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ മെസ്സേജ് സ്റ്റാറ്റിക് അതെല്ലാം പ്രിൻറ്റിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് കേസ് ഈക്വൽ ടു എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഇത് ഈക്വൽ ആണ്. ഗ്രേറ്റർ ആണെന്നുള്ളത് യെസ് ഗ്രേറ്റർ ആണെന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേത് ഈക്വൽ ഒരു ഗ്രേറ്റർ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലെസ് ആണെന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെസ് ആൻ ഒരു ഈക്വൽ ടു പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ
വാലിഡ് മെത്തേഡ്സ് എല്ലാം ഇതിനകത്ത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ദെൻ 1, 2, 3 ആൻഡ് ഇൻവാലിഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വേരിയബിൾസിനെ കുറിച്ചും വേരിയബിൾസിൻ്റെ ടൈപ്സിനെ കുറിച്ചും കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചുമാണ്. അപ്പം വേരിയബിൾസ് എന്തൊക്കെയുണ്ട്? ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട്, സ്റ്റാറ്റിക് വേരിയബിൾസ് ഉണ്ട്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നൊരു ഇൻസ്റ്റൻസ് വേരിയബിളാണ്, ഇതെന്ന് പറയുന്നതൊരു ഇൻസ്റ്റൻസ് സ്റ്റാറ്റിക് വേരിയബിളാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മെത്തേഡിൻ്റെ അകത്തുള്ള ഇത് ലോക്കൽ വേരിയബിൾസ് ആണ്. ഇനി സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്നും സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ. സാധാരണ മെത്തേഡിൽ നിന്ന് സ്റ്റാറ്റിക്കും നോൺ സ്റ്റാറ്റിക്കും ആക്സസിബിൾ ആണ്. ഇനി നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സിനും നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇത്രയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ്സ്. വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷൻ. ഇനി ബാക്കിയുള്ള പോയിന്റ്സ് ഇതേപോലെ നമ്മൾ കമ്മിങ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ.